വചനം കേൾക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അത് ഞാൻ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയാലാണ് ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ആ പ്രസക്തി നമുക്ക് ബോധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും, ഇഷ്ടമുള്ള സമയത്ത് കേൾക്കാം, ഇഷ്ടമുള്ള പോലെ വിധത്തിൽ കേൾക്കാം, എനിക്ക് എൻ്റെ ചോയ്സാണ്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് നാം വഞ്ചിതരായിത്തീരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം കേൾക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതത്തിൽ പല വിധത്തിൽ പല സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വചനം കേൾക്കുന്നവരുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കുന്നു. വചനം കേൾക്കുന്നവരുടെ വാക്കുകൾ കർത്താവ് വില കൊടുക്കുന്നു. വചനം കേട്ട് വചനം അനുസരിച്ച് കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറി നിൽക്കുന്നവരെ കർത്താവ് മാനിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, വചനം കേൾക്കാതിരുന്നാലോ? വചനം കേൾക്കാതിരുന്നാൽ വചനത്തിൽ ദൈവം എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. വചനം തിരിച്ചറിയുന്നില്ലെങ്കിൽ വചന ലംഘനങ്ങൾ നിർബാധം നമ്മുടെ ജീവിതത്തിൽ തുടരും. ഇപ്പോൾ അബോർഷൻ, അത് ദൈവവചന ലംഘനമാണ് എന്നറിയാത്തവർ അബോർഷൻ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ചോയ്സാണ്. എന്നാൽ വചനം കേട്ടിട്ടുള്ളവർക്ക് ദൈവത്തിൻ്റെ വചനം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും, ഇത് കൊടിയ പാപമാണ്, ചെയ്യാൻ പാടില്ല. അതുപോലെ ഓരോ കാര്യങ്ങളും. അപ്പം അതുകൊണ്ട് വചനം ശ്രവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ തിരിഹിതം എന്താണെന്ന് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നത്.